നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല ഭൂമികളുണ്ട്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് ആ പ്രദേശത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട, ആരും ഉപയോഗിക്കുവാൻ മടിക്കുന്ന, ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പിന്നാമ്പുറത്തെ ഭൂമി അനുവദിച്ച് 2 സെൻറ്റിലും 3 സെൻറ്റിലും 4 സെൻറ്റിലും ഈ പാവങ്ങളെ ഒതുക്കി പിന്നോക്കക്കാരാക്കി നിർത്തി ഈ ജനതയെ കോളനിക്കാരെന്ന് പേരിട്ട് വിളിച്ചത് ബ്രിട്ടീഷുകാരല്ല. ആണോ? 10-75 വർഷക്കാലമായിട്ട് ഈ അവസ്ഥ തുടരുകയാണ്. ഇതിൻ്റെ കുറ്റക്കാരാരാണ്? മതമേലകളന്മാരാണ്, അതേ ബ്രിട്ടീഷുകാരാണ്, അതേ മുഗളന്മാരാണ്. ആരാണ്? ഈ ജനതയ്ക്ക് 5 സെൻറ്റ് പോലും ഭൂമി നിഷേധിച്ച് നിഷേധികളാക്കി പിന്നോക്കക്കാരാക്കി പിന്നാമ്പുറത്തേക്ക് തള്ളിവിട്ടതാരാണ്? ആരാണത്? ഇവിടുത്തെ ചൂഷകവർഗമായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ്. ഈ ജനതയെ ജാതിയുടെ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെയും അടിമത്തത്തിൽ ചവിട്ടി അരയ്ക്കുവാനായിട്ട് ഏത് തമ്പ്രാക്കന്മാരുടെ കൽപ്പനയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടപ്പിലാക്കിയത്? ഇന്നും ഇവിടെ അടിമത്തമുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കുന്ന മുന്നണികളാണ് അതിന് ഉത്തരവാദികൾ, അല്ലാതെ മറ്റാരുമല്ല. ഒരു പറമ്പിൽ കക്കൂസും കിണറും പോലും കുത്തുവാനുള്ള സ്ഥലമില്ലാതെ മനുഷ്യൻ നരകിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ ഭാവി വാഗ്ദാനങ്ങൾ അംഗൻവാടിയിലേക്ക് പോകുമ്പോൾ ആ അംഗൻവാടിക്കും അനുവദിക്കുന്ന സ്ഥലം 3 സെൻറ്റും 2 സെൻറ്റുമാണ്. അതിനിടയ്ക്ക് ഗ്യാസും വിറകും ഭക്ഷണ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും സകലതും. അപകടം വിതയ്ക്കാവുന്ന, ജീർണിച്ച് എപ്പോഴോ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഇത്തരം ശോചനീയമായിട്ടുള്ള കെട്ടിടങ്ങളിലും വിപരീതപരമായിട്ട് പ്രകൃതി വെല്ലുവിളിക്കുന്ന കാലാവസ്ഥകളിലും ഒട്ടും ആരോഗ്യപരമല്ലാത്ത ഇത്തരം കോളനി അവസ്ഥകളിലേക്കും ഈ സാധുജനങ്ങളെ എത്തിച്ചത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. ഇതിൽ കുറ്റബോധം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോവുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഈ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവിടുത്തെ ഏതു മുന്നണിയായാലും അവർ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ.